പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ പുതുവത്സരാശംസകൾ നേരുകയാണ്. അങ്ങനെ 2025 കഴിഞ്ഞ് നമ്മൾ 2026 കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ ഞാനിപ്പം വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അപകടത്തിൽപ്പെട്ട ഒരു ബൈക്ക് യാത്രക്കാരനെ സഹായിക്കാൻ പോയ ഒരു ഓട്ടോറിക്ഷക്കാരന് പറ്റിയ ഒരു അവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായത് 23,000 രൂപയാണ്. മല്ലപ്പള്ളി ടൗണിൽ കിടന്ന് ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന പുഷ്കരൻ എന്ന് പറഞ്ഞ ആടെയാണ് 23,000 രൂപ നഷ്ടപ്പെട്ടത്. അപ്പോൾ അവിടെ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. ആ ബൈക്ക് യാത്രക്കാരനെ അദ്ദേഹം എല്ലാ രീതിയിലും അദ്ദേഹം ഹെൽപ്പ് ചെയ്താണ്. അപ്പം ഈ ബൈക്ക് യാത്രക്കാരന്റെ കയ്യിൽ നിന്നും കുറച്ച് പണം വഴി നഷ്ടമായി. അപ്പോൾ അതെല്ലാം കൂടെ നാട്ടുകാർ എടുത്ത കൂട്ടത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ഈ ഓട്ടോറിക്ഷക്കാരന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്ന 23,000 രൂപയും വഴി പോയി. ആ പൈസയും എടുത്ത് ബൈക്ക് യാത്രക്കാരന് നാട്ടുകാർ കൊടുത്തുവിട്ടു. ആ ഒരു ദുരിതത്തിന്റെ കാഴ്ചയാണ് ഇന്നത്തെ ഈ വാർത്തയിൽ. അപ്പൊ നമുക്ക് ആദ്യം പുഷ്കരൻ ചേട്ടൻ പറയുന്ന വാക്കുകൾ കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ, അതായത് 30/12/2025 ഉദ്ദേശം വൈകിട്ട് 5:30 ശേഷം മല്ലപ്പള്ളി ടൗണിൽ ഞാൻ ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോൾ ഒരു സ്കൂട്ടർ, അതുവഴി വന്ന ഒരു സ്കൂട്ടർ യാത്രക്കാരനെ ഒരു കാറ് വന്ന് തട്ടിയിട്ട് അയാൾ തെറിച്ച് റോഡിലേക്ക് വീഴുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും മറ്റാളുകളും ഓടിക്കൂടി അദ്ദേഹത്തിന്റെ സ്കൂട്ടർ നേരെയാക്കി വയ്ക്കുകയും അദ്ദേഹത്തെ പിടിച്ച് സൈഡിലേക്ക് മാറ്റി വെച്ച് പരിക്കുകൾ വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും അദ്ദേഹത്തിന്റെ കൈയുടെ മുട്ടിനും മറ്റുമായിട്ട് കുറച്ച് തൊലിയൊക്കെ പോയി രക്തം വരുന്നുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം അതൊന്നും കാര്യമായിട്ട് എടുക്കാതെ സാരമില്ല എന്ന് പറഞ്ഞു. വേണ്ട, നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞ്, ഹോസ്പിറ്റലിലൊന്നും പോകണ്ട, എനിക്ക് കുഴപ്പമില്ല, ഞാൻ പോയിക്കൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തന്നെ ആ കാറുകാരനും വന്നിട്ട് അദ്ദേഹത്തോട് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വീഴ്ചയില് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന മൊബൈലും അതുപോലെ തന്നെ പേഴ്സും ഒക്കെ തെറിച്ച് റോഡിൽ കിടന്നത് പലരെടുത്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അതിനിടയിൽ ആരോ ഒരാൾ അദ്ദേഹത്തിൻ്റെതാണ് കുറച്ച് പൈസയെന്നും പറഞ്ഞ് എടുത്ത് അദ്ദേഹത്തെ കൊടുക്കുകയും അദ്ദേഹം അതും കൂടി വാങ്ങി പാന്റിന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് സ്കൂട്ടർ ഓടിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ആ പണം, എന്റെ കയ്യിലുണ്ടായിരുന്ന പണം ഇദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇതിനിടയിൽ എന്റെ കയ്യിൽ നിന്നും വീണുപോയതാണ്. ഞാൻ ആ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പലരോടും ചോദിച്ചു, അദ്ദേഹത്തിന് പൈസ കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ വന്നവരിൽ സ്ത്രീകളുണ്ടായിരുന്നു. അതിലൊരു സ്ത്രീയാണ്, അച്ഛൻ ആ പൈസ പോയത് പോലും അറിഞ്ഞില്ല എന്നും പറഞ്ഞ് എടുത്തു കൊടുത്തപ്പോൾ പാന്റിന്റെ പോക്കറ്റിൽ വാങ്ങിച്ചിട്ടുകൊണ്ടാണ് പോയത് എന്ന് പറഞ്ഞു. ഞാന് എന്റെ കയ്യിലെ പണം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവിടെ പലരോടും ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ അവിടെ പരിചയമുള്ളവരാരും ഇല്ല. പിന്നീട് അവിടെയുള്ള കടകളിലെയൊക്കെ CCTV പരിശോധിച്ചപ്പോൾ ഒരു കടയിൽ നിന്നും അദ്ദേഹം സ്കൂട്ടർ ഓടിച്ചു പോകുന്നത് ദൃശ്യം കിട്ടി. എങ്കിലും സ്കൂട്ടറിന്റെ നമ്പർ അദ്ദേഹം ഒരു ചുവന്ന ടീഷർട്ടും പാന്റും ആണ് ധരിച്ചിരുന്നത്. ആ തിരുവല്ല റൂട്ടിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്, അദ്ദേഹം അബദ്ധവശാലാണെങ്കിൽ പോലും ആരോ എടുത്തു കൊടുത്തത് ആ വീഴ്ചയുടെ ആഘാതത്തിൽ അന്നേരം ഉണ്ടായ ആ ഒരു മാനസികാവസ്ഥയിൽ ഓർക്കാതെ ആ പണം വാങ്ങിച്ച് പാന്റിന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയതാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ഈ സംഭവം അറിഞ്ഞ ആരെങ്കിലും ഇദ്ദേഹത്തെ പരിചയമുള്ളവരോ ഉണ്ടെങ്കിൽ പ്രസ്തുത വിഷയം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ട് അദ്ദേഹം എന്റെ ആ പണം തിരികെ കൊണ്ടുതരണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥനയാണ് ഞാൻ വയ്ക്കുന്നത്. ഞാൻ കീഴായ്പൂർ പോലീസിൽ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവര് ഇന്ന് 10 മണിക്ക് ശേഷം വന്നിട്ട് CCTVകളെല്ലാം പരിശോധിച്ചിട്ട് അത് ആളിനെ കണ്ടെത്തി പണം തിരികെ വാങ്ങിത്തരാമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും പോലീസിനെ ബുദ്ധിമുട്ടിക്കാതെ, ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കാതെ, ഈ വീഡിയോ കാണുന്നവർ അദ്ദേഹത്തെ പരിചയമുള്ളവരുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയോ
അതല്ല അദ്ദേഹം ഈ വീഡിയോ കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മല്ലപ്പള്ളിയിൽ കൊണ്ടുവന്ന് ഈ പണം എന്നെ ഏൽപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 23,300 രൂപയാണ് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയതാണ്. ഒരു 200-ന്റെ നോട്ടും ഒരു 100-ന്റെ നോട്ടും ബാക്കി കംപ്ലീറ്റ് 500-ന്റെ നോട്ടുകളുമാണ് അതിനകത്തുള്ളത്. എന്റെ പണം ദയവായി തിരികെ ഏൽപ്പിക്കണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഈ വാർത്തയുടെ സത്യാവസ്ഥ. ദയവ് ചെയ്ത് ബൈക്ക് യാത്രക്കാരാ, നിങ്ങൾ എവിടെയുള്ളവരാണെങ്കിലും ദയവ് ചെയ്ത് ആ പാവത്തിന്റെ പൈസ തിരിച്ചു കൊണ്ടേ കൊടുക്കുക. ഈ റോഡപകടത്തിൽപ്പെട്ട് വഴി കിടന്ന് ജീവൻ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആരും സഹായിക്കാൻ മനസ്സ് കാണിക്കാതെ നമ്മൾ അവരെ കുറ്റം പറയുന്നുണ്ട്, നാട്ടുകാരോട് പറയുന്നുണ്ട് നിങ്ങളെല്ലാം കാഴ്ചക്കാരായിട്ട് നിൽക്കുക എന്നുള്ളത്. നിങ്ങൾ ആരും സഹായിക്കാൻ പോകില്ലാത്തതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എവിടെയാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ പണം അല്ലെങ്കിൽ മല്ലപ്പള്ളി പോലീസ് സ്റ്റേഷനിലോ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലാണെങ്കിലും അദ്ദേഹത്തെ വിളിച്ച് നിങ്ങൾ അത് വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യുക. ആ പൈസ കൊണ്ട് നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകത്തില്ല. തീർച്ചയായിട്ടും നിങ്ങളിത് കേൾക്കുക.